ഡിജിറ്റൽ ഇന്ത്യ അതാണ് നമ്മളുടെ ഇന്ത്യ എന്ന് പറയുന്നത്. കാരണം ഓരോ സാധാരണക്കാരന്റെ കയ്യിലും UPI ഇപ്പം പണം കൊടുത്ത് സാധനങ്ങൾ വാങ്ങുന്നത് വളരെ കുറവാണ്. UPI വഴി അല്ലെങ്കിൽ ഗൂഗിൾ പേ പോലുള്ള ഒരു പേയ്മെന്റ് ആപ്പ് വഴിയാണ് ഇപ്പോൾ എല്ലാവരും പൈസ നൽകുന്നത്. ഇപ്പോൾ അതിനും പൈസ ഈടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പൊ ഇതൊരു സാധാരണക്കാരന്റെ വയറ്റത്തടിക്കുന്ന ഒരു ഏർപ്പാടായി പോയില്ലേ? നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആശങ്കകൾ മുന്നോട്ട് വരുന്നുണ്ട്. ജനങ്ങൾക്ക് ഒരുപാട് തെറ്റിദ്ധാരണകൾ ഇതിൻ്റെ പേരിലും സംഭവിക്കുന്നുണ്ട്. നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ 2000 രൂപയ്ക്ക് മുകളിലുള്ള ട്രാൻസാക്ഷനുകൾക്ക് ചെറിയ ട്രാൻസാക്ഷൻ ഫീസ് GST പിടിക്കുമെന്നുള്ള വാർത്തകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ ഇപ്പോഴും അതിൻ്റേതായിട്ടുള്ള മുഴുവൻ പൂർണ്ണ വിവരങ്ങളും പുറത്തേക്ക് വന്നിട്ടില്ല. ഇപ്പോൾ 1 കോടിക്ക് മുകളിലുള്ള ട്രാൻസാക്ഷനുകൾക്കൊക്കെയാണ് 2000 രൂപയ്ക്ക് മേൽ GST പിടിക്കാൻ പോകുന്നത് എന്നുള്ള ചില കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ ഇപ്പോഴും പുറത്തേക്ക് വന്നിട്ടില്ല. ഇപ്പോഴും നമ്മൾ കേരളത്തിലെ മാധ്യമങ്ങൾ അടക്കമുള്ള അവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള റിപ്പോർട്ടുകൾ അതനുസരിച്ച് മാത്രമാണ് നമുക്കറിയാവുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ ഗ്രാമങ്ങളിൽ പോലും ഈ UPI പേയ്മെൻറ്റ് ആപ്പുകൾ സുലഭമായിട്ടുണ്ട്. കഴിഞ്ഞ അതായത് ഈ UPI പേയ്മെൻറ്റ് വരുന്ന സമയത്ത് വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉണ്ടായതാണ്. ആരാണ് ഇവിടെ UPI പേയ്മെൻ്റ് ഒക്കെ ചെയ്യാൻ പോകുന്നത്? സാധാരണപ്പെട്ടവൻ്റെ വയറ്റത്തടിക്കാൻ പോകുന്നതാണ് ഇത്തരത്തിലുള്ള പദ്ധതി. ഇതാരെങ്കിലും ചെയ്യുമോ എന്ന് തോമസ് ഐസക്കിൻ്റെ ഒക്കെ വാർത്താ സമ്മേളനങ്ങളൊക്കെ കിടപ്പുണ്ട്. ഇപ്പോഴും ട്രോളായിട്ടും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഇടയിലൂടെ ഇത് മോദി കൊണ്ടുവന്നാണ്, മോദിയുടെ ഇന്ത്യയാണ് എന്നൊക്കെ പ്രചരിപ്പിക്കുന്ന ആളുകളുമുണ്ട്. അതിൻ്റെ വസ്തുത എന്ന് പറയുന്നത് രാജ്യം മുന്നോട്ട് പോകണമെങ്കിൽ അതിൻ്റെ ഡിജിറ്റൽ പേയ്മെൻറ്റുകൾ വളരെ സുഗമമായിരിക്കണം. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ പല സാധനങ്ങൾക്കും ഇന്ന് വേണമെങ്കിൽ എത്ര ദൂരെ ഇരുന്ന് വേണമെങ്കിലും നമുക്ക് പേയ്മെൻറ്റ് അയച്ചു കൊടുക്കാനുള്ള വഴികളുണ്ട്. ഇപ്പോൾ UPI പേയ്മെൻറ്റ് മാത്രമല്ല, നമുക്ക് ഒരുപാട് പേയ്മെൻറ്റ് ഓപ്ഷനുകളുണ്ട്. RTGS പോലെ അല്ലെങ്കിൽ കാർഡ് വഴിയൊക്കെയുള്ള പേയ്മെൻറ്റുകളൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് വഴികൾ നമുക്ക് പൈസ അയച്ചു കൊടുക്കാൻ വഴികളുണ്ട്. പക്ഷേ ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് UPI പേയ്മെൻറ്റ് തന്നെയാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നേരെ ഫോൺ എടുക്കുക, ഇഷ്ടം പോലെ ആപ്ലിക്കേഷൻ ഉണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഗൂഗിൾ പേ, ഫോൺ പേ, Paytm തുടങ്ങി നിരവധി പുതിയ ആപ്ലിക്കേഷനുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ക്യാഷ് ബാക്കുകൾ തരുന്ന ആപ്ലിക്കേഷനുകൾ വരെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ട്. നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കുക, ഡൗൺലോഡ് ചെയ്യുക, KYC ഫില്ല് ചെയ്യുക. നിമിഷ നേരം കൊണ്ട് തന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്മുടെ കയ്യിലേക്ക് കിട്ടും. നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് എവിടേക്ക് വേണമെങ്കിലും പേയ്മെൻറ്റ് ചെയ്യാം, ഏത് സാധനങ്ങളും ഓൺലൈനിൽ ബുക്ക് ചെയ്യാം. പക്ഷേ ഇതിൻ്റെ മറ്റൊരു വശം എന്ന് പറയുന്നത് ഇതിൻ്റെ സെക്യൂരിറ്റി. UPI പേയ്മെൻറ്റുകൾ വഴി കോടിക്കണക്കിന് പണം ആളുകൾ അടിച്ചുകൊണ്ട് പോകുന്ന അല്ലെങ്കിൽ മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന വാർത്തകൾ നമ്മൾ പലപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം സൈബർ സെക്യൂരിറ്റി വർദ്ധിപ്പിക്കണമെങ്കിൽ പണം വേണം. അപ്പോൾ ഈ പണം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു GST കൊണ്ടുവരുന്നത് എന്നാണ് നമുക്ക് കേന്ദ്രത്തിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുന്നത്. കാരണം ഈ സൈബർ സെക്യൂരിറ്റി വർദ്ധിപ്പിക്കണമെങ്കിൽ വലിയൊരു പണം ആവശ്യമുണ്ട്. അപ്പോൾ അത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ കോൺഗ്രസിൻ്റെ ആക്ഷേപം എന്ന് പറയുന്നത് അമേരിക്കയാണ് ഇപ്പോൾ കാർഡ് വഴിയുള്ള പേയ്മെൻറ്റുകൾ, വിസ, റുപ്പി ഇതുകൊണ്ടുള്ള കാർഡുകൾ ഇതിനു മുമ്പോട്ട് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിട്ട് പണം വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ പ്ലാറ്റ്ഫോമുകളെല്ലാം പണം വാങ്ങിക്കുന്നുണ്ട്. അമേരിക്കയുമായുള്ള ചരക്ക് ബന്ധങ്ങൾ പുതിയത് വരാനിരിക്കെ അമേരിക്കയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യാൻ പോകുന്നത്, അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ചെയ്യാൻ പോകുന്നുള്ള ആക്ഷേപങ്ങളുണ്ട്. അപ്പം ഇതിൻ്റെ പൂർണ്ണ രൂപം ഇപ്പോഴും സാധാരണപ്പെട്ട ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇപ്പം നമുക്ക് പോലും ഇപ്പോൾ ചിന്തിക്കുമ്പോൾ എന്താണ് 2000 രൂപ സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കുമോ? ഇത് നിലവിൽ ഇത് സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇത് വൻകിട കമ്പനികളിൽ നിന്നുമാണ് ഈ പണം ഈടാക്കാൻ പോകുന്നത് എന്നുള്ള വാർത്തകളാണ് വരുന്നത്. പക്ഷേ നമുക്കറിയാം, ഒരു പ്രൊഡക്റ്റ് കൊണ്ടുവരുമ്പോൾ ഇപ്പോൾ ജിയോ ഒക്കെ ലോഞ്ച് ചെയ്ത സമയത്ത് നമ്മൾ കണ്ടതാണ്, ഫ്രീ ആയിട്ട് കൊടുത്തു, ആളുകൾക്കെല്ലാം കുറേ കാലത്തേക്ക് ഫ്രീ ആയിട്ട് കൊടുത്തു. പിന്നീട് എന്താണ്, വലിയ തുകകൾ ആ സമയം കൊണ്ട് തന്നെ ഫ്രീ ആയിട്ട് കൊടുത്തപ്പോൾ പല നെറ്റ്വർക്കിംഗ് കമ്പനികളും നശിച്ചു പോകുന്നൊരു സാഹചര്യമുണ്ടായി. ഇതിൻ്റെ മൂല്യം വല്ലാണ്ട് ഇടിഞ്ഞു. പിന്നീട് ജിയോ പണം കൂട്ടുന്നത് നമ്മൾ കണ്ടു. 200-300 രൂപ എന്ന് പറയുന്നൊരു താരിഫിലേക്ക് അതെത്തി. ഇന്ന് ഇത്തരത്തിലുള്ള കമ്പനികളെ നിയന്ത്രിക്കുന്ന ഇത്തരത്തിലുള്ള കമ്പനികളാണ്. ആദ്യം കുറച്ചു കൊടുത്ത് അവിടേക്ക് മുഴുവൻ ആളുകളെയും കൊണ്ടുവന്ന് മറ്റുള്ള കമ്പനികൾ വലിയ പണമാണ് ഈടാക്കുന്നത് എന്നുള്ള ബോധ്യം കൊണ്ടുവന്നതിന് ശേഷം ഇപ്പുറത്ത് കുറേ കാലത്തതിന് ശേഷം ഇപ്പുറത്ത് വലിയൊരു തുക, പിന്നീട് ഈ കമ്പനികൾ തീരുമാനിക്കുന്ന തുകയാണ്. ഇപ്പം നമ്മൾ അതിന് അഡിക്റ്റായി, നമ്മളതിൻ്റെ മുഴുവൻ സുഖ സൗകര്യങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഇന്ന് നമുക്ക് ഒരു 1 GB ഡാറ്റയൊക്കെ നമ്മൾ തീർന്നു പോയി കഴിഞ്ഞാൽ അപ്പം തന്നെ ചെയ്യും. നമ്മുടെ കയ്യിലേക്ക് ആ പണം എത്തി, നമുക്ക് ആ സുഖ സൗകര്യങ്ങൾ എത്തി. ഇപ്പോൾ പഴയ കാലത്തൊക്കെ ആളുകളാണെങ്കിൽ ഒരു 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അയ്യോ 10 രൂപയോ അല്ലെങ്കിൽ 100 രൂപ അല്ലെങ്കിൽ 400 രൂപയുടെ റീചാർജ്, ഇതിന് വേണ്ടിയിട്ടൊക്കെ 400 രൂപ റീചാർജ് ചിലവാക്കണോ എന്നുള്ള ചിന്തയിലായിരുന്നു. ഇപ്പോൾ 400 രൂപയും ചിലവാക്കും. അതുകൂടാതെ 1 GB ഡാറ്റ തീർന്നു പോയി കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് 50 രൂപയും 60 രൂപയും കൊടുത്ത് വീണ്ടും ഡാറ്റകൾ
ചെയ്യുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ സുഖസൗകര്യങ്ങൾ നമ്മൾ അനുഭവിച്ചു. UPI ഇടപാടുകളാണെങ്കിൽ പോലും നമ്മൾ UPI ഇടപാടുകളൊന്നും നേരത്തെ ഗൂഗിൾ പേ ഒന്നും ഈ റീചാർജുകൾക്ക് എക്സ്ട്രാ പേയ്മെൻറ്റ് വാങ്ങിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ എന്താണ്, ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന റീചാർജുകൾക്ക് അവർ എക്സ്ട്രാ പേയ്മെൻറ്റ് വാങ്ങിക്കുന്നുണ്ട്. അതുപോലെയാണ് നമ്മളറിയാതെ നമുക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും തന്നതിന് ശേഷം പിന്നീട് നമ്മുടെ കയ്യിൽ നിന്നും പണം ഈടാക്കിക്കൊണ്ട് ഇവർ മുന്നോട്ട് പോകും. അപ്പോൾ നമുക്കിതൊന്നും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. അപ്പോൾ ഒരു ദിവസം പോലും UPI പേയ്മെൻറ്റ് ഇല്ലാതെ ജീവിക്കാൻ കഴിയുമോ? നമ്മുടെ കയ്യിൽ നമ്മൾ ആരും പണം കൊണ്ട് കിടക്കുന്നില്ല. നമ്മളെല്ലാം ഇത്തരത്തിലുള്ള ഡിജിറ്റൽ ആപ്പുകൾ വഴിയാണ് പണം കൈമാറ്റം ചെയ്യുന്നത്. ചില ഇടങ്ങളിൽ നമ്മൾ പെട്ടുപോകാറുമുണ്ട് പണം കൊടുക്കാൻ കഴിയാതെ. അപ്പോൾ ഇതിൻ്റെ സുഖസൗകര്യങ്ങൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടും ഇതിൻ്റെ കാരണം പണം കൊണ്ട് നടക്കുമ്പോൾ പണം കളഞ്ഞു പോകാനുള്ള സാധ്യതകളുണ്ട്. മറ്റ് പോക്കലിരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ആരെങ്കിലും 500 രൂപ എന്നാൽ ഞാൻ എടുത്തോട്ടെ എന്ന് പറഞ്ഞ് ചോദിച്ചുകൊണ്ട് പോകുന്ന കാലഘട്ടമുണ്ട്. പക്ഷേ ഫോണിലാണെങ്കിൽ ആരും ചോദിക്കാനും വരില്ല, നമ്മുടെ അവിടെ ഫ്രീ ആയിട്ട് ഇരുന്നോളും. ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാലഘട്ടത്തിൽ പോകുമ്പോൾ നമ്മൾ ഇതെല്ലാ സുഖസൗകര്യവും അനുഭവിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഈ പണം കൊടുക്കും. ഇനി നാളെ ഇത്തരത്തിലുള്ള ഗൂഗിൾ പേയും മറ്റ് ആപ്പുകൾ ഇനി GST കൂട്ടിയാലും മറ്റെന്ത് കൂട്ടിയാലും നമ്മളെല്ലാം ഇത് ഉപയോഗിക്കും. കാരണം ഇത് ഉണ്ടാക്കിയ ആളുകൾക്കറിയാം ഇവർക്ക് ഇതൊന്നും ഇല്ലാതെ കഴിയില്ല. അല്ലെങ്കിൽ പിന്നെ കാർഡുകളാണെങ്കിൽ പോലും നമ്മൾ കാർഡുകൾക്ക് പൈസ കൊടുക്കുന്നില്ലേ. പക്ഷേ കാർഡുകളുടെ ഉപയോഗത്തിൻ്റെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. കാർഡ് എടുക്കണം, നമ്പർ നോട്ട് ചെയ്ത് വെക്കണം, നമ്പർ അടിക്കണം, എത്ര ബുദ്ധിമുട്ടാണ്. കാർഡ് എപ്പോഴും കൂടെ കൊണ്ടു നടക്കണം. പക്ഷേ മറ്റേ ഡിജിറ്റൽ ആപ്പ് UPI പേയ്മെൻറ്റുകൾക്ക് നമുക്ക് UPI അക്കം മാത്രം ഓർത്ത് വെച്ചാൽ മതി. 4 അക്കോ 6 അക്കോ ആ അക്കം മാത്രം ഓർത്ത് വെച്ചാൽ മതി. അത് എപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്, എപ്പോഴും മനസ്സിലുണ്ടാവും. അപ്പോൾ കാലഘട്ടം മാറുന്നതിനനുസരിച്ച് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഇത് എങ്ങനെയാണ് പണം കണ്ടെത്താൻ പോകുന്നത്, സാധാരണപ്പെട്ട ആളുകൾക്ക് നിലവിൽ കുഴപ്പമൊന്നുമില്ല എന്നാണ് പറയുന്നതെങ്കിലും ഭാവിയിൽ ചിലപ്പോൾ ഇത്തരത്തിലുള്ള ടാക്സുകൾ നമ്മൾ കൊടുക്കേണ്ട ഒരു രീതിയിലേക്ക് പോകും. നാളെ ചിലപ്പോൾ ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷനുകൾ പോലും ഉണ്ടാകാനുള്ള വഴിയില്ല. കാരണം പുതിയ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ ചൈനയൊക്കെ ഈ റേഷനൊക്കെ കൊടുക്കുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ പെട്രോളും മറ്റു കാര്യങ്ങളൊക്കെ റേഷൻ രീതിയിൽ കൊടുക്കുന്ന സാഹചര്യമുണ്ട്. ഇന്ന ആൾക്ക് ഇത്ര ലെവൽ വെച്ച്. അപ്പോൾ അതിനൊക്കെ ഈ ട്രാൻസാക്ഷനുകൾ അനാലിസിസ് ചെയ്യാനും അത് ട്രാക്ക് ചെയ്യാനുള്ള ഒരുപാട് വഴികളുണ്ട്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഇന്ത്യയിലും ചിലപ്പോൾ നാളെ ആ രീതിയിലേക്കുള്ള ട്രാൻസാക്ഷൻ വന്നേക്കാം. അപ്പോൾ ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മൾ അടുത്ത ലെവലിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചൈനയൊക്കെ നമ്മളെക്കാളും 20 കൊല്ലം മുന്നിലാണ് എന്ന് പറയുമ്പോഴും അവിടെ ചെയ്യുന്നത്, ഇപ്പോൾ നമുക്കൊരു പെട്രോൾ പമ്പിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇന്ന് പെട്രോൾ സുലഭമായിട്ട് നമുക്ക് 1000 രൂപയോ 2000 രൂപയോ 10,000 രൂപയ്ക്ക് നമുക്ക് അടിച്ചിട്ട് പോകാം. പക്ഷേ അവിടെയൊക്കെ ഇത് ട്രാക്ക്ഡ് ആണ്. ഒരാൾക്ക് ഇത്ര ലിറ്റർ പെട്രോൾ ഇത്ര നാളത്തേക്കിന്. അങ്ങനെ റേഷൻ വഴിയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, പെട്രോളും ഇത്തരത്തിലുള്ള മൂല്യമുള്ള വസ്തുക്കൾ കൈമാറ്റം ചെയ്യുന്നത്. അപ്പോൾ നാളെ നമ്മുടെ നാട്ടിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് വരാം. അത് നമ്മളെ ട്രാക്ക് ചെയ്യാൻ കഴിയുന്ന ഡിജിറ്റൽ പേയ്മെൻറ്റുകളായിരിക്കാം ചിലപ്പോൾ വരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു കാലഘട്ടം നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എന്താണെങ്കിലും ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള രീതിയിൽ, ഇപ്പോൾ സ്കാമുകളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ലാത്ത രീതിയിൽ ചെറിയ പേയ്മെൻറ്റുകൾ, ഇപ്പോൾ നമുക്കറിയാം ഈ കടകൾക്കൊക്കെയാണ് ഇതിൻ്റെ ബുദ്ധിമുട്ട് വരാൻ പോകുന്നത്. കടകളാണ് ഏറ്റവും കൂടുതൽ പേയ്മെൻറ്റ്. നമ്മളിപ്പോൾ ഒരു ദിവസം ഒരു 10-20 പേയ്മെൻ്റ് ആയിരിക്കും നടത്തുന്നത്. പക്ഷേ ഒരു കടയിൽ നടത്തുന്ന പേയ്മെൻറ്റ് എന്ന് പറയുന്നത് 2000-ഓ 3000-ഓ ആയിരിക്കാം. അപ്പോൾ 2000-3000 പേയ്മെൻറ്റുകൾക്ക് GST വഴി വലിയൊരു തുക ഈ കടക്കാർ അടയ്ക്കേണ്ടി വരികയാണെങ്കിൽ അവരെ സംബന്ധിച്ച് വലിയൊരു നഷ്ടമായിരിക്കും അവിടെ ഉണ്ടാകാൻ പോകുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ അവർ വില കൂട്ടാനുള്ള സാഹചര്യങ്ങളുണ്ട്. ഇപ്പോൾ സൂപ്പർ മാർക്കറ്റുമുള്ള സ്ഥലങ്ങളൊക്കെ ഒരു വർഷം നടത്തുന്നത് കോടികളുടെ ബിസിനസ്സുകളാണ്. ആ കോടികളുടെ ബിസിനസ്സുകൾക്ക് GST വരികയാണെങ്കിൽ ആ GST അവരെങ്ങനെയായിരിക്കും ഈടാക്കാൻ പോകുന്നത്? അവർക്ക് കിട്ടുന്ന ലാഭത്തിൽ നിന്നാണ് GST പോകാൻ പോകുന്നത്. അപ്പോൾ അവർ ചെയ്യാൻ പോകുന്നത് ഈ പ്രൊഡക്ഷനും അവർ വില കൂട്ടാനുള്ള സാഹചര്യങ്ങളുണ്ടാകും. അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് വീണ്ടും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും.